ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾ കേരളത്തിലും മറ്റു പ്രദേശങ്ങളിലും വന്നിട്ടാണ് കോളേജ് വിദ്യാഭ്യാസം നേടിയിരുന്നത്. ഈ ഗവൺമെന്റ് വരുന്നത് വരെ. ഇന്ന് കടമത്തും ആന്ധ്രോത്തും 2 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ വന്നിരിക്കുന്നു. മിനിക്കോയിൽ ഒരു പോളിടെക്നിക് വന്നിരിക്കുന്നു. നഴ്സിംഗ് കോളേജ് വന്നിരിക്കുന്നു. പാരാമെഡിക്കൽ സംവിധാനം വന്നിരിക്കുന്നു. കുടിവെള്ളത്തിന് 4 or 5 കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾ വന്നിരിക്കുന്നു. വലിയ ഒരു പ്ലാന്റിന്റെ പണി നടക്കുന്നു. അതായത് വീടുകളിൽ ഓരോ വീട്ടിലും പൈപ്പിൽ നൽമേ ജൽ എത്തിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ച് അത് ഓരോ വീട്ടിലും കടൽ വെള്ളം ശുദ്ധീകരിച്ച് എത്തിക്കാനുള്ള പണി അവിടെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ വീടുകൾ ആളുകൾക്ക്, അതായത് കവറത്തിയിലൊക്കെ അഗതിയിലൊക്കെ ഈ ആവാസ് യോജന പദ്ധതി പ്രകാരം എല്ലാവർക്കും വീട് കൊടുത്തു കഴിഞ്ഞു. അഗതിയിൽ അത് 100% അഗതിയിൽ. ഇപ്പൊ ആവാസ് യോജനന്റെ വീട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. 1,20,000 രൂപ ഒരു വീട് നിർമ്മിക്കാൻ ലഭിച്ച വ്യക്തി ആ ഇന്ററാക്ഷനിൽ പങ്കെടുത്തിരുന്നു അന്ന് പ്രധാനമന്ത്രിയുടെ. അതുപോലെ കിസാൻ സമ്മാൻ നിധി വ്യാപകമായി കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ വിതരണം, അതുപോലെ തന്നെ മറ്റ് പൗൾട്രി തുടങ്ങാനുള്ള സംവിധാനം, പിന്നെ പച്ചക്കറി കൃഷിക്ക് വേണ്ട സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത്, ആ ഇന്ററാക്ഷനില് 1,85,000 രൂപയുടെ സർജറി കേരളത്തിൽ വന്ന് സൗജന്യമായി നടത്തിയ ആളുകൾ ഈ ആയുഷ്മാൻ ഭാരത് ഉള്ളത് കൊണ്ട്, 1,39,000 രൂപയുടെ സർജറി നടത്തിയ ആളുകൾ, 1,07,000 രൂപയുടെ സർജറി സൗജന്യമായി നടത്തിയ ആളുകൾ ആയുഷ്മാൻ ഭാരത് കാർഡ് ഉപയോഗിച്ച് അവരൊക്കെ പങ്കെടുത്തിരുന്നു. ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. അവിടെ 100 കണക്കിന് കുടുംബങ്ങൾക്ക് ഈ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം സൗജന്യമായി റേഷൻ കൊടുക്കുന്നു. ഇത്തരത്തിൽ അവിടെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്നായി പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം, സ്കൂൾ കുട്ടികൾക്ക് സൈക്കിൾ വിതരണം. ഇങ്ങനെ ഇന്ത്യയിലെ മറ്റേതു സംസ്ഥാനത്തും നടപ്പിലാക്കുന്ന പദ്ധതികൾ വളരെ കൃത്യതയോടുകൂടി കേന്ദ്ര സർക്കാർ നേരിട്ട് ഭരിക്കുന്ന സ്ഥാപനമായതുകൊണ്ട് മെറ്റിക്കുലസ് ആയി അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയും ലക്ഷദ്വീപിൽ പിന്നോട്ട് പോയിട്ടില്ല എന്നല്ല, മാത്രമല്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുടെക്കാൾ ഒരടി മുന്നിൽ നിൽക്കുന്നുണ്ടോ എന്ന സംശയം പോലും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം പല പദ്ധതികളും 100% നടപ്പിലാക്കി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ലക്ഷദ്വീപിൽ ഒരു വിവേചനമില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലെ അവഗണനയ്ക്ക് ഒരു പ്രായശ്ചിത്തം എന്ന പോലെ ഈ സർക്കാർ വാരിക്കോരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടുണ്ട്. പക്ഷെ ഇനിയും അവിടെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്കുള്ള സാധ്യത അവിടെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം പെട്ടെന്ന് ഹൃദ്രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കരയിലെത്തിക്കുക എന്നുള്ളത് അപ്രായോഗികമാണ്. അപ്പോഴേക്കും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു പോകും. അതുകൊണ്ട് ഒരു ഹൃദ്രോഗ പോലുള്ള പെട്ടെന്ന് ചികിത്സ വേണ്ട രോഗങ്ങൾക്ക് എന്താണ് പറയാ സംവിധാനമുള്ള ആശുപത്രി അവിടെ ആവശ്യമാണ്. അതുപോലെ തന്നെ അവിടുത്തെ വിമാനത്താവളം ഇപ്പോൾ 60 സീറ്റുള്ള വിമാനമാണ് ഇറങ്ങുന്നത്. നേരത്തെ 15 സീറ്റായിരുന്നു, അത് 60 സീറ്റായിട്ടുണ്ട്. അതിന്റെ റൺവേ വലുതാക്കി കുറച്ചും കൂടി വലിപ്പമുള്ള വിമാനങ്ങൾ ഇറങ്ങാൻ സാധിക്കണം. സ്വകാര്യ വിമാന കമ്പനികൾ സർവീസ് നടത്തണം. എന്നാലല്ലേ ഈ ടൂറിസ്റ്റുകൾക്കൊക്കെ അവിടെ പെട്ടെന്ന് എത്തിപ്പെടാനും തിരിച്ചു വരാനൊക്കെ സാധിക്കുള്ളൂ. കാരണം ഒരു ദിവസം മുഴുവൻ കപ്പലിൽ 17 മണിക്കൂർ വരുമ്പോൾ അത് ടൈം കൺസ്യൂമിംഗ് ആണ്, സമയം നഷ്ടപ്പെടും. അപ്പൊ അതിന് വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിക്കണം. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. കാരണം 10-60 കൊല്ലം തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥലമാണല്ലോ. അവരെ വോട്ട് വാങ്ങി ജയിച്ചു പോവുക എന്നത് മാത്രമായിരുന്നല്ലോ അവിടെ നടന്നിരുന്നത്. അപ്പൊ അതൊക്കെ മാറി ഇപ്പോൾ അവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ചും കൂടിയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. അത് അവിടെ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസം വന്നിട്ടുണ്ട്. പിന്നെ ഭൂമി ഏറ്റെടുക്കാണ്ട് തന്നെ ഒരുപക്ഷെ ലീസിന് എടുത്തിട്ട് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ സാധിക്കും. ഭൂമി ഏറ്റെടുക്കാൻ നിർബന്ധമൊന്നുമില്ല, ലീസിന് തന്നാൽ അവർക്ക് സ്ഥിരം വരുമാനത്തിനുള്ള ഒരു മാർഗവും കൂടിയാവും.
അപ്പൊ ആ രീതിയിലുള്ള സംഗതികൾ മുന്നോട്ട് പോകും. പിന്നെ മത്സ്യസമ്പത്തിനെ കൃത്യമായ രീതിയിൽ ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഒരു കാര്യം കൃത്യമായി പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തില്. ലക്ഷദ്വീപിൽ വികസനം ഉറപ്പിക്കുന്നതോടൊപ്പം ലക്ഷദ്വീപിന്റെ പരിസ്ഥിതിയിൽ ഒരു കോട്ടവും തട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പൊ അതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ പരിസ്ഥിതി അറിയാം വളരെ ലോലമാണ്. അവിടുത്തെ എക്കോസിസ്റ്റം ഒക്കെ വളരെ ലോലമാണ്. അതിനൊന്ന് കോട്ടം ഒരിക്കൽ തട്ടിയാൽ പിന്നെ അത് തിരിച്ചു കൊണ്ടുവരാൻ സമയമെടുക്കും. അതുകൊണ്ട് അത് തട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ലക്ഷദ്വീപില് ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള ഹോം സ്റ്റേകളുണ്ട്. ആ ഹോം സ്റ്റേകളൊക്കെ വളരെ നല്ല രീതിയിൽ അവർ നടത്തിക്കൊണ്ടുണ്ട്. ഞാനൊക്കെ ഹോം സ്റ്റേയിലാണ് താമസിച്ചത്. വളരെ ഭംഗിയായി നടക്കുന്ന ഹോം സ്റ്റേയിലാണ് ഞാൻ താമസിച്ചത്. ഒന്നുമില്ല, ഒരു വീടിന്റെ മുകൾ ഭാഗത്ത് ഒരു AC റൂം, വളരെ നല്ല സൗകര്യങ്ങളോടുകൂടി ഒരു AC മുറി, അത്രയാണ്. അതൊരു ഹോം സ്റ്റേ. അദ്ദേഹത്തിന് ഒരു വരുമാനമാണ് ആ കുടുംബത്തിന്. അത് അവിടെ താമസിക്കുന്നവർക്കും വളരെയധികം സന്തോഷകരവുമാണ്. അതുപോലെ തന്നെ ഭക്ഷണം തരുന്നത് ലോക്കലായ ആളുകൾ പ്രിപ്പയർ ചെയ്ത ഭക്ഷണമാണ് എത്തിച്ചേരുന്നത്. വളരെ സ്വാദിഷ്ടമായ, വളരെ വീട്ടിൽ കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണമാണ് അവർ എത്തിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ അവർക്ക് ആ ടൂറിസത്തിന്റെ ബാലപാഠങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവർ ആ മേഖലയിൽ വളരെ ശക്തമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.